ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 11-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നല്ലോ. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:41-42 വേദഭാഗങ്ങൾ. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോൻ ആകുന്നു. നിനക്ക് കോഫ എന്ന പേരാകുന്നു പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3 ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1. ക്രിസ്തുവിനെ കണ്ടെത്തുക. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ യേശു കർത്താവ് സ്നാനം ഏറ്റതിനു ശേഷം ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന സന്ദർഭവും തുടർന്ന് ഫിലിപ്പോസും നാഥാനിയേലും തമ്മിലുള്ള സംഭാഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടുന്ന കാലഘട്ടമായി നോമ്പ് മാറിയിരിക്കുന്നു. ഫിലിപ്പോസ് ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷം നാഥാനിയേലിനോട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. അവന് ലേശം പോലും സംശയമില്ലാതെ ഒറ്റവിളിയിൽ തന്നെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. പക്ഷേ നാഥാനിയേൽ വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നു, നാസറേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? നാമും നാഥാനിയേലിനെ പോലെ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലും ഈ സംശയങ്ങൾ ഉണ്ടാകാറില്ലേ? ജീവിത പ്രതിസന്ധിയിൽ ക്രിസ്തുവിനെ നാം കണ്ടെത്താറുണ്ടോ? നാം ഭക്ഷണം ക്രമീകരണം ചെയ്യുന്നത് കൊണ്ട് മാത്രം അല്ലാതെ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടുന്ന കാലവും കൂടി തീരണം. 2. ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുക. വിശുദ്ധ യോഹന്നാൻ 1:48 വാക്യത്തിൽ നാഥാനിയേൽ യേശുവിനോട് ചോദിക്കുന്നു, നീ എന്നെ എവിടെ വെച്ച് അറിയും എന്ന്. നാമും പലപ്പോഴും ദൈവത്തോട് ഈ ചോദ്യം ഉയർത്താറില്ലേ? നീ എന്നെ അറിയുമോ? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ ദൈവത്തെ നാം വിശ്വസിക്കേണ്ടതല്ലോ. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ നാം പൂർണ്ണമായി വിശ്വസിക്കണം. 3. ക്രിസ്തുവിനെ നാം സ്വീകരിക്കണം. നാഥാനിയേൽ സംശയത്തെ യേശു കർത്താവ് ദൂരീകരിച്ചപ്പോൾ അവൻ പറയുന്നു, റബ്ബി, നീ ദൈവപുത്രൻ എന്ന്. നാഥാനിയേൽ അറിഞ്ഞ ദൈവത്തെ അവൻ സാക്ഷീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ദൈവം വെളിപ്പെട്ടു വന്നിട്ടില്ലയോ? എന്തുകൊണ്ട് നമുക്ക് അവനെ സാക്ഷീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നു? നാം മനസ്സിലാക്കിയ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ കണ്ടെത്തുന്നവരായി, നിന്നിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവരായി, നിന്നെ സാക്ഷീകരിക്കുന്നവരായി തീരുവാൻ കൃപ ചെയ്യണമേ. ആമേൻ.